കസ്തൂരി അക്കയുടെ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് ഇപ്പോഴാണ് നമ്മുടെ ബാല കോകില ആ ഒരു ചാനലിൽ ഒരു പുതിയ വീഡിയോ വരുന്നുണ്ട്. അതിന്റെ ടൈറ്റിൽ എന്നെ ഹഠാത് ആകർഷിച്ചെന്നൊക്കെ പറയത്തില്ലേ, അതായത് ഹൗ ടു ചൂസ് യുവർ പാർട്ട്ണർ. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും കല്യാണം കഴിക്കണം, എല്ലാ ആഴ്ചയിലും മാറി മാറി കല്യാണം കഴിച്ച് എന്നാണ് നമുക്കൊരു റൈറ്റ് പാർട്ട്ണറെ. ആ സമയം വരെ നമ്മളിത് ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഈ കല്യാണം കഴിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കും സംസാരിക്കാൻ വരുന്നതെന്ന്. വീഡിയോ എത്തിയിട്ടില്ല. ഇനിയിപ്പോ ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ആ വീഡിയോ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇതാണ് അവർ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് എങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളുകൾ ഇവർ തന്നെയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ കോലകയല്ല കോകിലയോട് നിനക്ക് പറ്റിയത് നമ്മളെ മോള് മസാല വടയും ചട്നിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് മാമ തൈര് വട റെഡി മസാല പരിപാടിയൊക്കെ വിളിച്ചിരിക്കുന്നതാണ് മോൾക്ക് നല്ലത്. കാര്യം ആ കുട്ടീനെ കളിയാക്കുന്നതല്ല, കാര്യം നാളെ ഇതിനു വേണ്ടിയും ഒരുപക്ഷെ നമ്മൾ വന്ന് ഇതുപോലെ സംസാരിക്കേണ്ടി വരും. നമ്മുടെ ബാലണ്ണന്റെ സ്വഭാവം ഇതുപോലെ തന്നെ പോവുകയാണെങ്കിൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും എലിസബത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ എലിസബത്ത് നേരിട്ട കുറേ ദുരിതങ്ങൾ, അല്ലെങ്കിൽ ഒരു ബാല എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിച്ചതിന് ശേഷം അത് അനുഭവിച്ച കാര്യങ്ങൾ ഓരോരോ വീഡിയോയിലും ഒന്ന് പറയുന്നുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളിൽ ഒരുപാട് പേര് ആ വീഡിയോ എലിസബത്ത് അപ്ലോഡ് ചെയ്ത ആ പുതിയ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ എൻ്റെ ബാലണ്ണ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതിലെ ഭാഗങ്ങൾക്ക് നമ്മൾ നമ്മുടെ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. മാക്സിമം സപ്പോർട്ട് എലിസബത്തിന് എല്ലാവരും കൊടുക്കണം. പിന്നെ ഈ കസ്തൂരിയോട് ഞാൻ പറയുന്നത്, നീ ഒരു പണി ഈ എലിസബത്തിന്റെ വീഡിയോയുടെ താഴെ മാത്രം ആക്കണ്ട കേട്ടോ. നമ്മുടെയൊക്കെ വീഡിയോയുടെ കമന്റ് ബോക്സ് ഇങ്ങനെ നീണ്ടു കിടക്കുവാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെയൊക്കെ ഒന്ന് എഴുത്, കൃത്യമായിട്ടുള്ള മറുപടി തരാം. വേറെ പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ കമന്റ് ബോക്സിൽ നിറങ്ങിയിരുന്ന് ഓരോരോ കാര്യങ്ങൾ എഴുതി എങ്ങനെ സാധിക്കുന്നു. വേറൊരു പരിപാടിയില്ലേ, അത്ര ധൈര്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സന്റെ കമന്റ് ബോക്സിൽ പോയി ഈ ജാതി കാര്യങ്ങൾ വേണ്ട അത് നിങ്ങൾ എഴുതി വെക്കാതെ ധൈര്യം ഉണ്ടെങ്കിൽ ഏതൊരുത്തനാണെങ്കിലും ഏതൊരുത്തിയാണെങ്കിലും ഫേസ് കാണിച്ചൊരു ലൈവ് വീഡിയോ ഇട്ട് സംസാരിക്കുക. അപ്പം നമുക്ക് പറയാൻ പറ്റും നട്ടലുണ്ടെന്ന്. അല്ലാതെ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് കുറേ ട്രോമയിലൂടെ കടന്നുപോയി ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം കാര്യങ്ങൾ അതിന്റെ ലൈഫിൽ അനുഭവിച്ച് അത് അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വരുമ്പോൾ പിന്നീട് അതിനെ ചൊറിയാൻ വേണ്ടി പോയി കുത്തിരിക്കുന്നു. അതാര് തന്നെയാണെങ്കിലും ഈ പറഞ്ഞ ബാല എന്ന് പറയുന്ന വ്യക്തിയുടെ സന്തത സഹചാരിയോ ഇനി കൂടെ ഉള്ള ആളുകൾ ആര് തന്നെയാലും ഐ ഡോണ്ട് കെയർ. വൃത്തികേട് വന്ന് ഓരോ ദിവസവും ഒരു പേഴ്സണെ മെന്റലി ഹറാസ് ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമ്പോൾ എന്താ വിചാരിച്ചത്, ഡോക്ടർ എലിസബത്തിന് ആരും കൂടെ ഉണ്ടാകത്തില്ല, ഡോക്ടർ എലിസബത്ത് ഇതങ്ങോട്ട് കണ്ട് തകർന്നു പോകുന്നതാണ്? ഒരിക്കലില്ല. നിങ്ങളെ കുറേ കുറ്റങ്ങൾ ഈ കസ്തൂരി എന്ന് പറയുന്ന വ്യക്തി കേരള പീപ്പിളിനെ കുറിച്ച് കമന്റ് ബോക്സിൽ എഴുതാറുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ നിങ്ങളും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്, ആർക്കെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര സങ്കടങ്ങൾ വേണ്ടി വരുമേ, അല്ലെങ്കിൽ ഒരുത്തൻ വന്നിട്ട് അല്ലെങ്കിൽ ഒരുത്തി വന്നിട്ട് ഞാനാണ് ഇവിടെ രാജാവെന്നും പറഞ്ഞുകൊണ്ട് കൊണയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ മറുപടിയുമായി കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കും. ഇപ്പോ ഈ ഈ കൊച്ചിന്റെ പേര് കൊലകാന്ന് തന്നെ പറയുന്ന കോകില എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ചാനലിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ പ്രൗഡായി തോന്നിയ കുറേ അധികം, ഐ തിങ്ക് മോർ ദാൻ 90% കമന്റ്സും ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്നാണ്. ജസ്റ്റിസ് ഫോർ എലിസബത്ത്. എനിക്ക് ഉറപ്പായിട്ടും 1-2 വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കമന്റ് ബോക്സ് ഓഫ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അത്രമാത്രം സപ്പോർട്ടാണ് നിങ്ങളുടെ വീഡിയോയുടെ താഴെ ഡോക്ടർ എലിസബത്തിന് കിട്ടുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഡോക്ടർ എലിസബത്ത് ഒരിക്കലും തനിച്ചല്ല. ഇപ്പൊ ബാല എത്ര വലിയ പേഴ്സണാന്ന് പറഞ്ഞാലും എന്തുമാത്രം കോണ്ടാക്ട്സ്, ലൈക്ക് ഇനിയിപ്പോൾ ആരൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര സുഹൃത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വൃത്തികേട് കാണിച്ച് ഒരു പെൺകുട്ടിയെ മാക്സിമം നിങ്ങൾ ഉപദ്രവിച്ചു, അങ്ങനെ തന്നെ പറയണം. കല്യാണം പോലും ഞാൻ കഴിച്ചിട്ടില്ല, ഫോർമലി 2 മാരേജ് കഴിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യക്തിയെ എത്രമാത്രം അടിച്ചു താഴ്ത്താവോ അതെല്ലാം ചെയ്തു. പിന്നെ അത് അനുഭവിച്ച എന്താ പറയാ ബുദ്ധിമുട്ടുകൾ, തല്ലിയതും പിടിച്ചു, അതൊക്കെ ആ ഡോക്ടർ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു മനുഷ്യനോട് വൈരാഗ്യം തീരാതെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്ന ജാതി ആളുകളോട് നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ഒരുപാട് കടിക്കുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു മാന്ത, അല്ലാതെ ഒരു രക്ഷയില്ല. ചുമ്മാ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാതിരിക്കാൻ പോണില്ല. ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരിക്കും. ഡോക്ടർ എലിസബത്തിന് സപ്പോർട്ടായിട്ട് ഒരുപാട് ആളുകൾ ഡോക്ടർ എലിസബത്തിന്റെ കൂടെ തന്നെ ഉണ്ടാകും, അതിന് ഒരു സംശയമില്ല. പിന്നെ ഡെയിലി വന്നുകൊണ്ട് ഡോക്ടർ എലിസബത്തിന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കണം, നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല, ഇത് ചെയ്തത് ശരിയായില്ല,
ഞാൻ പറഞ്ഞില്ലേ, ഒരു വ്യക്തിയെ ഉപദേശിക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി. എന്റെ പൊന്ന് കസ്തൂരിയുടെ അക്കയോടെ പറയാനുള്ളത്, സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാം. മറ്റൊരാളോട് നീ നന്നാകണം, നീ ചെയ്തത് ശരിയായില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഫേസ് ഉണ്ട്, ഞാൻ ഇന്നൊരു പേഴ്സൺ ആണ്. നമുക്കും തോന്നണ്ടേ, ഒരാൾ വന്നിരുന്നുണ്ട് നമ്മുടെ തലയിൽ കയറി ഇരുന്ന് ഇതുപോലെ നിരങ്ങുമ്പോൾ അയാൾ പറയുന്നത് എന്തെങ്കിലും ലിസൺ ചെയ്യണമെന്ന് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നീ ഒരു മനുഷ്യനാണെന്ന് നമുക്ക് തോന്നണം. ഇപ്പൊ എനിക്ക് തോന്നുന്നത് അറിയോ, നീ ഒരു മൃഗമാണെന്നാ. കാരണം അത്രമാത്രമാണ് ആ കുട്ടിയെ ഓരോ കമന്റ് ബോക്സിൽ പോയി കുത്തിയിരുന്ന് ടോർച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന് എന്തെങ്കിലും നേടുന്നുണ്ടോ? ഒരു കമന്റ് ഇടുമ്പോ 1000 ശബ്ദങ്ങളാണ് നിനക്കെതിരെ ഇവിടെ സംസാരിക്കുന്നത്. നിന്നെ അടിച്ചൊതുക്കാൻ വേണ്ടി എന്തുമാത്രം ആളുകളാണ്. അപ്പോ ഇനിയിപ്പോ റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇനി ബാലയുടെ എന്തെങ്കിലും മേടിച്ചിട്ടാണെങ്കിലും വി ഡോണ്ട് കെയർ. പറയാനുള്ളത് പറഞ്ഞു തന്നെ പോകത്തുള്ളൂ. നീ കുറേ ഇപ്പൊ ഡോക്ടർ എലിസബത്തിനെ പേടിപ്പെടുത്തുന്നതിന്റെ ഒരു എത്ര ഇരട്ടി കരയുന്നോ പേടിക്കുന്നോ സ്വയമായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. എത്ര ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞാലും എന്തുമാത്രം ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ഒരുപാട് നാൾ നീണ്ടു നിൽക്കില്ല. കള്ളത്തരം പറഞ്ഞ് തെണ്ടിത്തരം കാണിച്ച് ഒരാൾക്കും ഒരു സ്ഥലത്തും കുറെ നാള് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. എപ്പോഴെങ്കിലും പിടിക്കപ്പെടും. അതാണ് ചരിത്രം. കുറേ ഒരു കള്ളം പറയാൻ വേണ്ടി ഇപ്പൊ ഒരു 100,000 കള്ളങ്ങൾ ഓരോ ദിവസം വന്നിരുന്ന് എഴുതുന്നില്ലേ? അയ്യോ ഡോക്ടറെ, പിന്നെ ഒരുപാട് സുഖിപ്പിക്കാനൊന്നും കമന്റ് ബോക്സിൽ ഇപ്പൊ നിൽക്കണ്ട. സുഖിപ്പിച്ച് എഴുതുന്നു, ഡോക്ടർ എലിസബത്തിന്റെ സൈഡ് പോലെ എഴുതുന്നു. അത് ഡോക്ടർ എലിസബത്തിന് തന്നെ മനസ്സിലാക്കാതെ ഒരു ഡോക്ടറാണ്. അപ്പൊ ആ ലെവലിലൊക്കെ പഠിച്ച ആ കുട്ടി ഇത്രയും കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പബ്ലിക്കായി ഇല്ലാത്ത അപരാധം മൊത്തം ഡോക്ടർ എലിസബത്തിനെ കുറിച്ച് എഴുതിയിട്ടിട്ട് ഇപ്പൊ വന്നിട്ട് ഒരുമാതിരി മറ്റേ സൈഡ് പഠിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. താൽക്കാലം എത്രയോ നേരത്തെ നമ്മുടെ കസ്തൂരി അക്കയുടെ ഈ പരിപാടി അവസാനിപ്പിച്ച് കിട്ടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മേടിച്ച് വേഗം സ്റ്റാൻഡ് വിടുന്നതായിരിക്കും കസ്തൂരി അക്കയ്ക്ക്. അല്ലെങ്കിൽ ഇതുപോലെ ഓരോരുത്തരും, ഇപ്പൊ ഞാൻ പറയണത് നിങ്ങളുടെ കേക്കിലൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങൾ നോക്കിക്കോ. ഇപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഒരു 10 ആള് കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10 കമന്റും നിനക്കെതിരെയാണ്. അപ്പൊ അത്രമാത്രം ആളുകൾക്ക് നീ എന്ന് പറയുന്ന പേഴ്സണെ മനസ്സിലാക്കി കഴിഞ്ഞു. നേരെയെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ എന്റെ ദൈവമേ, ഈ ഏരിയയിൽ എവിടെ വേണമെങ്കിൽ വേഗം സ്റ്റാൻഡ് വിട്ടോട്ടോ. അതാണ് കേരളത്തിലെ ജനങ്ങൾ. എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു വ്യക്തിക്ക് വന്നു, ഒരു വ്യക്തിനെ കൂട്ടാക്രമണം ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേഴ്സന്റെ കൂടെ നിന്ന് ആ പേഴ്സന് വേണ്ടി ഫുൾ സപ്പോർട്ട് കൊടുക്കാൻ ഒരുപാട് നല്ല മനസ്സുള്ള ആളുകളുണ്ട്. അപ്പൊ അവിടെ നിന്നെ പോലുള്ള ഫേക്ക് ഐഡികളോ അല്ലെങ്കിൽ നിന്നെ പോലെ ഒരു മര്യാദയോ മാന്യതയോ ഇതൊന്നുമില്ലാത്ത എന്ത് തെണ്ടിത്തരത്തിനും കൂട്ട് നിൽക്കുന്ന ഇതുപോലെയുള്ള ആളുകൾ, അതിപ്പോ ഒരുപാട് ആളുകൾ എന്താണ് നിന്റെ കൂടെ ഉണ്ടാവില്ലെന്നറിയാം. കുറച്ച് സാധനങ്ങൾ എന്ത് കിട്ടിയാലും കുഴപ്പമില്ല, എനിക്ക് കുറച്ച് ക്യാഷ് വേണം, എന്ത് തെണ്ടിത്തരം ചെയ്യാനും റെഡിയാണ്, അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന നിങ്ങളെ പോലുള്ള കുറച്ച് ആളുകൾ. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതൊന്നും അധികം നാൾ നീണ്ടു നിൽക്കില്ല. മോള് പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ഇനി അതേത് മോനാണെങ്കിലും ഈ 2 പേഴ്സൺ ആണെങ്കിലും പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നാണുണ്ടോ ഉളുപ്പുണ്ടോ ഒരു വ്യക്തിയുടെ പിറകിക്കോടെ നടന്ന് ഇനിയും കാര്യങ്ങൾ പുറത്തു വരും. മോളെ എന്തുമാത്രം കമന്റ് എഴുതേണ്ടി വരും, എന്തുമാത്രം കഥകൾ മെനയേണ്ടി വരും. എന്ത് കഥയിടയിലും കൊണ്ടുപോവാ, നമ്മളത് ശരിക്കും ആ കഥയൊക്കെ വായിച്ച് കൃത്യമായ മറുപടികൾ തന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ആ ഇജാതി ഉടായ്പകളൊന്നും നമ്മുടെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞേക്കാം. ഒരു സാഹചര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഡോക്ടർ എലിസബത്ത് കുറച്ച് പേടിച്ചിരിക്കുകയാണെന്ന്. പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷീസ് വെരി ബ്രേവ് ആണ്, അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ്. അതുകൊണ്ടാണ് ഇത്രമാത്രം ആക്രമണം തനിക്ക് നേരിട്ടിട്ടും ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് ഈ സമൂഹത്തോട് പറയാൻ അത്രയ്ക്കും ശക്തമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഞാനുള്ളത് ധൈര്യമായി വന്ന് സ്വന്തം ചാനലില് സ്വന്തം ഐഡന്റിറ്റിയിലൂടെ പറയുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ എലിസബത്ത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സണെ ഉപദേശിക്കാനും അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ പോലെ കൂനിഷ്ടുകൾ എഴുതി കൊടുക്കാനും നീയൊക്കെ ആരാന്നാ ചോദിക്കുന്നത്? നിനക്ക് ധൈര്യം ഉണ്ടാവും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഫേസ് കാണിച്ച് ചെയ്യും, എന്നിട്ട് വന്നിട്ട് കമന്റ് ബോക്സിലെ ഈ പ്രസംഗം അല്ലെങ്കിൽ ചേച്ചിയുടെ എസ്സേ റൈറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുക. ദൈവമേ പറഞ്ഞു വരുമ്പോണ്ടല്ലോ നമ്മളങ്ങോട്ട് പറഞ്ഞു പോകും. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് മേടിച്ച് മിണ്ടാതിരിക്കുക. ചുറിയാൻ നിൽക്കണ്ട. ഒരുപാട് ചുറിഞ്ഞ ഇനി അധികം നീളത്തില്ല. അക്കയുടെ ഈ കമന്റ് ബോക്സ് പൊളിയും, ഒരു സംശയവും വേണ്ട. അതിനുള്ള പരിപാടികളൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത്,
ഇപ്പൊ കുറേ വീഡിയോകൾ ഡോക്ടർ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് പല മീഡിയാസിലും വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടില് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വരെ ആളുകൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് അതിനുവേണ്ടി 10,000 ചർച്ചകളും കാര്യങ്ങളും നടത്തുന്ന നമ്മുടെ നാട്ടിലെ മീഡിയാസ് ആണ് എല്ലാവരും ഡോക്ടർ എലിസബത്തിന് ഇത്രയും മാത്രം ഒരു ക്രൂരത നേരിട്ടിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നാ പറയാനുള്ളത്. പോലീസിനൊക്കെ കേസ് എടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാലയായതിന്റെ പേരിലാണോ എന്താ അയാൾക്കെതിരെ കേസ് എടുത്ത ആ കേസൊന്നും മുന്നോട്ട് പോകത്തില്ലേ? അപ്പോൾ ഇത് ഡോക്ടർ എലിസബത്തിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല, കാരണം ഒത്തിരി നമ്മുടെ വീഡിയോ ലോങ് ആയി പോകും. പക്ഷെ ഡോക്ടർ എലിസബത്തിന്റെ ചാനലിൽ പോയി എല്ലാവരും ആ വീഡിയോ കാണണം. എനിക്ക് ഉറപ്പാണ് ഡോക്ടർ എലിസബത്തിന് കുറേ കാര്യങ്ങളും കൂടി പറയാനുണ്ട്. നല്ല സപ്പോർട്ട് നിങ്ങൾക്ക് കൊടുക്കണം. 1-2 ദിവസം ഒരു ന്യൂസ് കേട്ട് കഴിയുമ്പോൾ നമ്മൾ ആ ന്യൂസ് വിട്ട് പിന്നെ അടുത്ത ന്യൂസിലേക്ക് അങ്ങനെ ആകരുത്. ഇതിൽ നമ്മൾ ഡോക്ടർ എലിസബത്തിന്റെ കൂടെ അത് എൻഡ് വരെ എല്ലാവരും ഉണ്ടായിരിക്കണം, ഫുൾ സപ്പോർട്ടായിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി, അതിനു മുമ്പ് പറയട്ടെ, നമ്മുടെ ചാനൽ സബ് ചെയ്ത താരങ്ങളുണ്ടോ? അപ്പോൾ സബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമന്റ്സും എല്ലാം നമ്മുടെ വീഡിയോയുടെ താഴെ വരണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റാ ബൈ.